ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കപ്പ കൊണ്ട് ഒരു അടിപൊളി വിഭവം തയ്യാറാക്കി എടുക്കുന്നത്. ഇതൊരു ആലപ്പുഴ സ്പെഷ്യലാണ്. എൻ്റെ നാത്തൂനാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇത് എന്താ പറയുക, പഴയകാല ഒരു വിഭവം കൂടിയാണ്. അതിനായിട്ട് ഞാനിവിടെ 2 വലിയ കപ്പ എടുത്തിട്ടുണ്ട്. അത് തോലൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ടാക്കിയിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടാനാണ് കുക്കറിൽ ഉപയോഗിക്കുന്നത്. ഇത് എന്താ പറയുക, എൻ്റെ ഉമ്മയ്ക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു അടിപൊളി വിഭവമാണ്. എനിക്കും ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു വിഭവം. അപ്പോൾ അതേ കുക്കറിലേക്ക് കപ്പ ഇട്ട് കൊടുത്തതിന് ശേഷം കപ്പ വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ചിട്ട് നമുക്കിത് ഒരു 3 വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മത്തിയാണ്. അപ്പോൾ ഒരു 2 വലിയ കപ്പയിലേക്ക് അത്യാവശ്യം കുറച്ച് കൂടുതൽ മത്തി ചേർത്താൽ അത്രയും നല്ലതാണ് കേട്ടോ. എനിക്ക് കുറച്ച് മത്തി ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് കുറച്ച് മത്തി ചേർത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചെറിയൊരു കഷ്ണം പുളി, കൊടംപുളി, പിന്നെ കുറച്ച് മുളകും പൊടി, ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ട് ഈ മത്തി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പം മത്തി ഇവിടെ നന്നായിട്ട് തിളച്ച് വെന്ത് വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതാ മത്തിയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇത് വറ്റി വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കുക്കറിൽ ഇതാ വിസിലൊക്കെ വന്ന് റെഡിയാകുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം. ഒരു 5-6 ചെറിയുള്ളി, അതുപോലെ 3-4 വെളുത്തുള്ളി, 2-3 എരിവിന് ആവശ്യമായ 3-4 പച്ചമുളക്, പിന്നെ ഇതിലേക്ക് വലിയ ജീരകം, അതായത് പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. പെരിഞ്ജീരകം ചേർത്തിട്ടില്ല, അവിടെ പെരിഞ്ജീരകം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ചേർക്കാതിരുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഒരു തരിതരിപ്പായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കപ്പ വെന്തിട്ട് അതിൻ്റെ എന്താ പറയുക വിസിലൊക്കെ പോയി അത് തുറന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതാണ് ആ മോളിൽ കാണുന്നത് കേട്ടോ. കപ്പയുടെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടുണ്ട് കേട്ടോ, അതൊക്കെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. പിന്നെ ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്, നമ്മളിവിടെ വേവിച്ചെടുത്തിട്ടുള്ള നമ്മുടെ മത്തിയില്ലേ, ആ മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, മത്തി കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട്. മത്തി കുറച്ച് കൂടുതൽ ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതാ മത്തി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ അരവ് കൂടെ ചേർത്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അത് അരവ് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ മിക്സിഡ് ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതാ ഒരു ഇതുപോലെ ഒരു മരക്കയിലോ അല്ലെങ്കിൽ സാധാരണ ഒരു കയ്യിലോ എടുത്തിട്ട് ഇതെല്ലാം പാട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഒരു 3 വിസിൽ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് കപ്പയ്ക്ക് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇങ്ങനെ കപ്പയും മീനും കൂടി ഇങ്ങനെ ഉടയ്ക്കുന്നത് എത്ര പേർക്ക് ഇഷ്ടമാണ്? ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഇത് ഫേവറേറ്റ് ആണ്. അതുപോലെ എൻ്റെ ഉമ്മയ്ക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു ഇങ്ങനെ കപ്പയും മീനും ഒക്കെ ഉടച്ചത്. ഇതിങ്ങനെ ഉടച്ചപ്പോൾ ഞാൻ എൻ്റെ ഉമ്മാനെ ഓർക്കുകയായിരുന്നു. ഒരുപാട് ഇഷ്ടമാണ് ഉമ്മാക്ക് ഈ ഒരു റെസിപ്പി. ഇനി അത് വെന്തിട്ട് അന്ന് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് കടുക്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, അതുപോലെ 2-3 വറ്റൽമുളക് കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ഒരു കടുക് പൊട്ടിച്ചത് നമുക്ക് എന്താ പറയുക, ഈ കപ്പയും മത്തിയും കൂടി ഉടച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വിഭവമാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ